ഞാനിന്നിവിടെ അമൃതം പൊടി കൊണ്ടുള്ള ഒരു വട്ടയപ്പം അല്ലെങ്കിൽ കിണ്ണത്തപ്പം എന്ന് പറയും, അതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് അരിപ്പൊടി, ആ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് അമൃതം പൊടി, പിന്നെ ചെറിയ ജീരകം, ഏലക്ക, ഇത് വറുത്ത് പൊടിച്ചിടണം, പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ ശർക്കര. ഇത് ഞാൻ ഉരുക്കിയെടുത്തിട്ട് അരിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ഉപയോഗത്തിനൊക്കെ വേഗം എടുക്കാൻ പറ്റും. പിന്നെ പച്ചവെള്ളം, അമൃതം പൊടി, അരിപ്പൊടിയും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. ഇത് സാധാരണ ചെറിയ കുട്ടികളുള്ള എല്ലാ വീട്ടിലും അമൃതം പൊടി ഉണ്ടാകും. ഇത് കുട്ടികൾ കഴിക്കാതാകുമ്പോൾ ഡേറ്റ് വരെ വച്ചിട്ട് എടുത്ത് കളയും. അപ്പം അങ്ങനെ കളയാതെ ഇതേപോലെ അരിപ്പൊടി ചേർത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മുതിർന്നവർക്കും മൂത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കാം. അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് അമൃതം പൊടിയുടെ ആ മണമൊന്നും അറിയില്ല. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും നമുക്കൊരു 4 മണി പലഹാരമായിട്ട് കൊടുക്കാം. അമൃതം പൊടി ചേർത്താണെന്ന് അറിയില്ല. ഇനി അതിലേക്ക് വെള്ളമൊഴിച്ച് ഒന്ന് കട്ടയില്ലാതെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കണം. അമൃതം പൊടിക്ക് മധുരം ഉണ്ടെങ്കിലും അരിപ്പൊടി ചേർത്തത് കൊണ്ട് മധുരം കുറവായിരിക്കും. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര കൂടുതലും കുറവാക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാകമാണ് പൊടി മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കയും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ തേങ്ങാക്കൊത്തും, ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ സ്പൂണിൽ നിന്ന് ഒഴിക്കുമ്പോൾ ഒന്ന് വിട്ട് പോരണം, അധികം കട്ടിയാവരുത്. ഇത് വേവിക്കാറാകുമ്പോഴത്തേക്കും ഒന്നും കൂടി വെള്ളം വലിയും. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതേപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ഇതേപോലത്തെ ഇഡ്ഡലിത്തട്ടിലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഷേപ്പൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. ഇതേപോലത്തെ 2 തട്ടിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കണം. രണ്ട് തട്ടിലും ഒഴിച്ച് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്ത് അതിലും വെളിച്ചെണ്ണ തടവിയിട്ട് ബാക്കിയുള്ള മാവ് വട്ടയപ്പം പോലെ നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. ഒരു വിസിൽ പോയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിച്ച് ആവിയെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്ത് ഇടാം, വറുക്കാതെ ഇടാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ വട്ടയപ്പം അല്ലെങ്കിൽ കിണ്ണത്തപ്പം റെഡിയായി. ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെറുതെ അമൃതം പൊടി കളയണ്ട, നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.